കണ്ണൂർ രാജഗിരിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജേഷിനായുള്ള തെരച്ചിൽ 4-ാം ദിവസമായി ഇന്ന് തുടരുന്നു. തുരുത്തിൽ ഒറ്റപ്പെട്ടയാൾക്ക് ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രക്ഷിച്ച ശേഷം തിരികെ വരവെയാണ് റാപ്പലിംഗ് ഇൻസ്ട്രക്ടറായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാണാതായ ഹനീഫയെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, അവിടുത്തെ ഈ വലിയ മഴയൊക്കെ ഏതാണ്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥിതി കണ്ണൂരുണ്ട് എന്നാണ് കരുതാനാവുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഹർഷൻ, തീർച്ചയായും ഇപ്പോൾ ഈ തെരച്ചിലിന് അനുകൂലമായി മാറിയിരിക്കുന്നതും ഹർഷൻ പറഞ്ഞതുപോലെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മഴ പെയ്തിട്ടില്ല. കാര്യങ്കോട് പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വെള്ളം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഇന്നിപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ അതിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. നിലവിൽ ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ്, പയ്യന്നൂരിൽ നിന്നും പെരിങ്ങോത്തു നിന്നുമുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, നാട്ടുകാർ എന്നിവർക്കൊപ്പം തന്നെ വിവിധ റാഫ്റ്റിംഗ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ റാഫ്റ്റുകൾ ഉപയോഗിച്ചും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം സജീവമായ രീതിയിലേക്ക് ആ തിരച്ചിൽ മാറുകയും ചെയ്യും. വളരെ സങ്കടകരമായ കാര്യം, ഒരാളെ ഈ ഒരു മഴക്കെടുതിയിൽ നിന്ന്, അതായത് കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ ഒറ്റപ്പെട്ടു പോയ ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷിച്ച് കൊണ്ടുവരികയായിരുന്നു. ബെന്നിയെ കരയ്ക്കേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നിയെ ധരിപ്പിച്ചതിന് ശേഷം വടം കെട്ടി തിരികെ കരയിലേക്ക് വരുന്നതിനിടയിലാണ് രാജേഷ് ഒഴുക്കിൽപ്പെടുന്നത്. ആളുകൾ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇന്നലെ ഏതായാലും വളരെ വിശാലമായ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് നടത്തിയത്. മീന്തുള്ളി ഭാഗത്തേക്കും ഒപ്പം ഈ ചെറുപുഴ കാര്യങ്കോട് പുഴയുടെ താഴ്ഭാഗത്തേക്കുമൊക്കെ പരിശോധന നടത്തിയിരുന്നെങ്കിലും രാജേഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനിടയിൽ ഈ കർണാടക വനവുമായി ചേർന്ന മേഖലയിൽ കൂടി ഈ പുഴ കടന്നു പോകുന്നുണ്ട്. അവിടെയും തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അവിടെ അങ്ങനെ ഒരു തിരച്ചിൽ നടത്തുന്നതിനുള്ള ഇടപെടലുകൾ വേണമെന്ന് ഇന്നലെ രാജേഷിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള നടപടികൾ കൂടി ഏതായാലും നടക്കുന്നുണ്ട്. ഇന്നും തിരച്ചിൽ വളരെ സജീവമായി തന്നെ നടത്താനാണ് അവിടെ തീരുമാനം. സമാനമായ രീതിയിലാണ് ഈ ഒലിച്ചു പോവുകയായിരുന്ന തേങ്ങ എടുക്കുന്നതിനായി തുണ്ടിയിൽ പാലത്തിന് സമീപം പുഴയിലിറങ്ങിയ ഹനീഫയെ കാണാതായത്. ഹനീഫയെയും കണ്ടെത്താനുള്ള ശ്രമം അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ വയനാട്ടിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന തുർക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന തുർക്കി സംഘം, അവരുടെ 12 അംഗ സംഘം ഇന്നലെ ഉച്ച മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിൽ അല്പസമയത്തിനകം അവിടെ ആ തിരച്ചിലും ആരംഭിക്കും. 2 പേരെയും ഇന്ന് കണ്ടെത്താനാവുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. മഴ മാറി നിൽക്കുന്നതും പുഴ അല്പം ശാന്തമായതുമാണ് ഇന്നിപ്പോൾ തിരച്ചിലിന് അനുകൂലമായി നിൽക്കുന്നത്. രാജേഷിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇന്നലെ തന്നെ കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. അവരും അവിടെ ഈ തിരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് അല്പസമയത്തിനകം എത്തും. ഏതായാലും വലിയ പ്രതീക്ഷയിൽ ഇന്ന് 4-ാം ദിവസവും 2 പേർക്കുമായുള്ള തിരച്ചിൽ നടക്കുകയാണ്. വിപുലമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തിരച്ചിലിലേക്ക് കടന്നിരിക്കുന്നത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.